സന്തോഷമുള്ളവരെങ്കിൽ കൂടി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ ദേശാഭിഷേകൻ കർത്താവിന്റെ വേദിയിലായിരിക്കുന്ന സഹോദരന്മാർ, खुदा का सेवकाई में जो भी है जो हमारा हृदय भाई लोग, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധ ജനമേ, खुदा का खून से जो उद्धार पाएगा विश्वास ഏവർക്കും വീണ്ടും വരുന്നവനായ കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. खुदा का नाम पर हम स्तुति करते हैं. ദൈവത്തിന്റെ തിരുസന്നിധിയിലായിരിക്കുന്നത് ഏറ്റവും സന്തോഷമുള്ള ദിവസമാവും. അങ്ങനെ ഒരു അവസരം എന്റെ ജീവിതത്തിലും വീണ്ടും ദൈവം തോന്നുന്നതിനായി ഞാൻ സ്തോത്രം. ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാൻ ഒരു യോഗ്യതയും ഇല്ലായിരുന്നതായ എന്നെ सिचुएशन में ऐसा प्रचार करने के लिए हमको योग्य नहीं था, എങ്കിലും കർത്താവിന്റെ രക്തം എന്നെ വീണ്ടെടുത്തു. അതിന്റെ പാതപിടത്തിൽ നിൽപ്പാൻ എനിക്ക് യോഗ്യത തന്നു. हमको योग्य बनाया. खुदा का प्रचार करने के लिए കർത്താവിന്റെ കൃപ इसलिए हम आज खड़े हैं खुदा का कृपा से. ഇന്ന് ദൈവത്തിന്റെ പാതപിടത്തിലായിരിക്കുന്ന സകല ലോകത്തിന്റെ കൃപ കൊണ്ടായിരിക്കുന്നത്. हम सब खुदा का परिवार में जो बैठा है खुदा का कृपा से. അതുകൊണ്ട് സാക്ഷ്യമില്ലാത്ത ആരും ഇല്ല. बैठा नहीं है. ദൈവത്തിന്റെ നാമത്തിൽ സാക്ഷ്യത്തോടുകൂടി ആയിരിക്കുന്ന ദൈവജനത്തിനായി വീണ്ടും സ്തോത്രം ചെയ്യും. खुदा का सामने गवाही के साथ जो बैठते हैं खुदा का विश्वास को हम स्तुति करते हैं. ഞാൻ ഇന്ന് ഇവിടെ ആയിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. बहुत खुशी के साथ करें. എന്തുകൊണ്ടെന്നാൽ ഇങ്ങനെയുള്ള ആരാധനയാല് ഈ ആലയത്തിൽ ഇതിന്റെ ഉദ്ഘാടന സമയത്ത് കർത്താവിന്റെ ശേഷവശത്തിന് എന്നോട് അറിയിച്ചിരുന്നുവെങ്കിലും എനിക്ക് കടന്നു വരുവാൻ സാധിച്ചില്ല. जो इसका जरिया समय में मेरे को जो खुदा का आने सका. എങ്കിലും ഇവിടെ കടന്നു വന്നപ്പോൾ ഇത്ര മനോഹരമായ ഒരു ആലയം കർത്താവ് നമുക്ക് തന്നതോർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും അത് വരികയില്ല. मैंने जब देखा है खुदा का गिरजा को इतना संतोष से एक गिरजा खुदा दिया है, ये देखकर मैं खुदा को बहुत धन्यवाद करता हूं. അതിനൊക്കെ ഉപരിയായി വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം കർത്താവിന്റെ ശ്രേഷ്ഠനും കൂടെ ആയിരിക്കുന്നവർക്കും കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. इसके अलावा जो खुदा का जो अभिषेक और खुदा का काम अभी भयंकर विधि से करने के लिए खुदा का ये काम को और अन्य दासों को जो पूरे जिलों में अनुग्रह करता है, ये इसके लिए हम धन्यवाद करते हैं. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞങ്ങളെ അയച്ചിരിക്കുന്നു. जो आपको नहीं किया हुआ जो धन को आप पा सकते हैं. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 38-ാം വാക്യം ഒന്ന് വായിച്ചത്. ഞാൻ അതാണ് अध्याय 4 और 38 वचन आप पढ़िए. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. मैंने तुम्हें वहाँ खेत काटने के लिए भेजा जिसमें तुमने परिश्रम नहीं किया, औरों ने परिश्रम किया, तुम उनके परिश्रम के फल में ഒരു കാലത്ത് ഈ ദേശത്ത് ആരോഗ്യത്തിൽ നിന്ന് കൊയ്യുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷേകനെ ഇന്ന് കർത്താവ് ഫലമേൽപ്പിച്ച് ഇവിടെ ആക്കിയിരിക്കുക. जो भी एक में जो अभ्यास किया, जो परिश्रम किया, उनका जो परिश्रम के फल में भागीदारी करने के लिए खुदा का खुदा अनुग्रह के हम धन्यवाद करते हैं. വിളിച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം ഇവിടെ വീണ്ടും വിതയ്ക്കുവാനാണ്. जो बुलाया इसका उद्देश्य है जो परिश्रम खुदा का परिश्रम करने के लिए. ആയതിനാൽ
കർത്താവ് അധികമായി വിതയ്ക്കുവാൻ, അധികമായി അധ്വാനിക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷേകനും കൂടെ ആയിരിക്കുന്നവർക്ക് കൃപ കൊടുക്കട്ടെ. जो भागीदारी देने के लिए इस जगह में खुदा अनुग्रह करने के लिए प्रार्थना करते हैं. കർത്താവിന്റെ നാമത്തിൽ ചെയ്യുവാൻ നമുക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. കർത്താവിന്റെ ശ്രേഷ്ഠ അഭിഷേകത്തിൽ നിന്ന് ധ്യാനിച്ചപ്പോൾ, ഹല്ലേലൂയ, സങ്കീർത്തനത്തിൽ കൂടി ധ്യാനിച്ചപ്പോൾ ആ വചനം എനിക്ക് വീണ്ടും ഒന്നുകൂടെ പ്രചോദനമായി. प्रबोधक का समय में भी बजट से बोला है और बजट मेरा जीवन में आज का मेरा बजट के लिए एक और शक्ति मेरे को दिया. ഏലിയാവിന്റെ ശിഷ്യനായിരുന്ന ഏലീശ കൂടെ നടന്നപ്പോൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു തരണമെന്ന് ഏലീശയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിന്റെ ശക്തിയുടെ ഇരട്ടി പങ്ക് എനിക്ക് തരയണം. अपना पीछे पीछे चलते हुए देखा तो एरिया पूछा है वो करके देना है. तो ये तुम्हारे जो आत्मिक शक्ति का डबल पोर्शन मेरा ऊपर आ जाए. പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത്. पूछा है എന്നാൽ ഏലിയാവ് പറഞ്ഞു, ഞാൻ എടുക്കപ്പെടുന്നത് നീ കണ്ടാൽ मेरे ऊपर देखिएगा तो പ്രാപിക്കുവാൻ കഴിയും. आपको ले जाएगा. എടുക്കപ്പെടുന്നത് കണ്ടാൽ പ്രാപിക്കുവാൻ കഴിയും. വിശ്വാസത്തോടുകൂടി കടന്നു വന്നിരിക്കുന്ന ദൈവജനം പറയുന്നത് അനുസരിച്ചാൽ പ്രാപിക്കുവാൻ കഴിയും. കർത്താവിന്റെ വചനം അനുസരിച്ചാൽ പ്രാപിക്കുവാൻ കഴിയും. വാക്യത്തിൽ ഒരിക്കലും മാറിപ്പോകുന്നതല്ല, പ്രാപിക്കുവാനുള്ളതാണ്. എടുക്കപ്പെടുന്നത് കണ്ടാൽ എങ്ങനെ എടുക്കപ്പെടുന്നത് കാണണം. കൂടെ നടക്കണം. आप साथ में चलना है, കൂടെ നടക്കണം. आप साथ में चलना है, കണ്ടുകൊണ്ടിരിക്കണം. आप देखना है. हालेलुया. പ്രകാരം തന്നെ ऐसे രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട യേശുവിന്റെ കൂടെ നടന്നാൽ യേശുവിനെ കണ്ടുകൊണ്ടിരുന്നു എന്തും നമുക്ക് സ്ഥാപിക്കും. അതിന്റെ വാക്യങ്ങളെ മുഴുവനായി സ്ഥാപിക്കും. പ്രയാസമായ ഒരു കാര്യം കൂടെ നടക്കണം. അവനെ കണ്ടുകൊണ്ടിരിക്കണം. ദൈവം അതിന് നമുക്ക് ഇടവരുത്തട്ടെ. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി ഒന്ന് പൊരുന്തിയ കഥ 2-ാം അധ്യായം 9-ാം വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് തോന്നിയിട്ടില്ല. तंत्र जैसा लिखा है कि जो आंख से नहीं देखी और कान ने नहीं सुना और जो बातें मनुष्य के चित्त में नहीं चढ़ी वे ही है जो परमेश्वर ने अपने प्रेम रखने वालों के लिए तैयार की है. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ जो देखते हैं अनुग्रह करते हो किसी का मन पे सोचा नहीं, आंख से देखा नहीं. ഞാൻ ഇന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ मेरे पिता आया കഥാവിന്റെ ശ്രേഷ്ഠദാസന്റെ കുട്ടദാസി खुदा का जो दास का जो दासी है എന്നോട് ഈ വാക്യം തന്നെ പറഞ്ഞു. मेरे को ये वचन बोला है, തന്നത് ദൈവമാണ്. खुदा ये वचन दिया है. ഇതിൽ നിന്ന് എനിക്ക് അപ്പോൾ തന്നെ കടന്നു വന്നതായ ഭാഗം എന്നെ ആശ്വസിപ്പിച്ചത് इसमें से मेरे को एक प्रचोदन दिया हुआ वाक्य
നമുക്കെല്ലാവർക്കും ദൈവം ഒരുക്കിയിരിക്കുന്നത് പ്രാപിക്കുവാൻ കഴിയും. हम सबको खुदा ने देते हुए हमको दिया है, हम प्राप्त कर सकते हैं. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കൊരിന്ത്യർക്ക് എടുത്തെഴുതിയിരിക്കുന്നതായ ഭാഗമാകുന്നു. ये ईसाइया के किताब से कोरिन्थियों लेखन में जो लेख के लिखा हुआ वो भाग है. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ന്റെ 4-ാം വാക്യത്തിൽ നിന്ന് നമുക്കിത് वाइकुवान കഴിയും. ईसाइया का किताब का जो 64 चैप्टर उसका 44 वाक्य में लिखा है. ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ടുകൊണ്ട് കണ്ടിട്ടുമില്ല. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടുമില്ല. खुदा का वचन ऐसे लिखा है, खुदा का बंदे जो खुदा के लिए जो वेट करके बैठते हैं, उनके लिए जो काम करते हैं वो देखा नहीं अब तक. खुदा ने हालेलुया അപ്രകാരം അത് വീണ്ടും എടുത്തെഴുതിയപ്പോൾ എഴുതിയിരിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. जो खुदा को प्रेम करते हैं, ദൈവം സകലനെയും സ്നേഹിക്കുന്നു. खुदा सबको प्रेम करते हैं, ദൈവം സകലനെയും സ്നേഹിക്കുന്നു. खुदा सबको प्रेम करते हैं. ദൈവം സകലനെയും സ്നേഹിക്കുന്നത് കൊണ്ട് खुदा सबको प्रेम करते हैं, ദൈവത്തെ വിളിക്കുന്നവനും और खुदा को बुलाते हैं, വിളിക്കാത്തവനും जो नहीं बुलाते हैं ശ്വാസം തന്നിരിക്കുന്നു. उसको जो श्वास दिया हुआ है, അതിന്റെ ശ്വാസം സകലനും ഒരുപോലെ അനുഭവിക്കും. एक ही जैसे जीने के लिए सवाल करते हैं. പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥിക്കാത്തവരും ഒരുപോലെ സകല തന്നെ അനുഭവിക്കും. जो खुदा का जो प्रार्थना करता है वो नहीं कहता है सबको एक ही जैसे जीने के लिए खुदा देते हैं. ദൈവത്തെ സ്തുതിക്കുന്നതിനും ദൈവത്തെ സ്തുതിക്കാത്തതിനും അല്ലെങ്കിൽ ദൈവത്തെ ഉപദ്രവിക്കുന്നതിനും ഒരുപോലെ ദൈവത്തിന്റെ നന്മകളെ പ്രാപിക്കും. वो खुदा को प्रार्थना करता है खुदा का बंदे, और खुदा को जो प्रार्थना नहीं करते उसके शत्रु एक ही साथ खुदा का अनुग्रह को यूज करते हैं. എങ്കിലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ഒരുക്കിയിരിക്കുന്നത്. लेकिन खुदा से जो प्रेम से करते हैं उसके लिए हम खुदा ने जो कुछ भी करते हैं അത് ആരും കണ്ടിട്ടില്ല, वो कोई नहीं देखा, അത് ആരും ഗ്രഹിച്ചിട്ടില്ല. वो कोई ग्रहण नहीं किया. ദൈവത്തിനോട് സ്തോത്രം. नाम में सुनी हो അപ്രകാരം പ്രാപിക്കുവാനാണ് നമ്മൾ കടന്നത്. उसी के जैसे हम प्राप्त करने के लिए आए. മറ്റുള്ളവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു നന്മ दूसरे लोग अब तक ये प्राप्त नहीं किया, മറ്റുള്ളവർ കണ്ടിട്ടില്ലാത്തതായ ഒരു നന്മ दूसरा लोग नहीं देखा, ആരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതായ ഒരു നന്മ किसी के हृदय में वो होता नहीं. ऐसे एक फल ऐसे ഹല്ലേലൂയ അതിനുവേണ്ടി നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് इधर में लिखा है, ഞാൻ ഒരുക്കും എന്നുള്ളതല്ല, ഒരുക്കിയിട്ടുള്ളത്. जो आपके लिए रखा है, എന്നെ സേവിക്കാൻ ഞാൻ ഇനി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുമെന്നല്ല, ഒരുക്കി വെച്ചിരിക്കുന്നത്. आपके लिए रखा है. അതായിരുന്നു നമ്മൾ പ്രാപിക്കാനായി കടന്നു. वो हम प्राप्त करने के लिए. ഹല്ലേലൂയ ഹല്ലേലൂയ. തോമസിന്റെ ലേഖനം 8-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിധിച്ചിട്ടുള്ളവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാണ്. का वचन प्रोग्राम के खिलाफ अथवा 28 बजट में ऐसे लिखा है, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാതിരിക്കുന്നു. खुदा से जो प्रेम करता है, जो खुदा जो जिसको भी बुला के खुदा का बच्चा बनाया, उसके लिए जो खुदा ने जो रखा है, ദൈവത്തെ സ്നേഹിക്കുകയും അവന്റെ വിളി കേട്ടവരുമാണ് നമ്മള്. खुदा को हम प्यार करते हैं, तो जो खुदा हम सुना है, അതുകൊണ്ടാണ് ഈശ്വരനെ നമ്മൾ ആലയിക്കുന്നത്. खुदा के सामने हम बैठने के लिए हमको मौका मिला. അതുകൊണ്ട് അവൻ പറയുന്നത് സകലവും നന്മയ്ക്കായി, अच्छा के लिए, അതായത് നമ്മുടെ നല്ല അവസ്ഥയാവാം, ये हमारा अच्छा अवस्था होगा, രോഗാവസ്ഥയാവാം, हमारा बीमारी का अवस्था हो, പ്രയാസത്തിന്റെ അവസ്ഥയാവാം, अवस्था हो, മതഭാരത്തിന്റെ അവസ്ഥയാവാം, हमें हमारे रोग का अवस्था हो, ഏത് അവസ്ഥയും कोई भी अवस्था हो, നല്ലൊരു
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പക്ഷെങ്കില് പലപ്പോഴും അപേക്ഷ ഈ നന്മ നമ്മൾ പ്രാപിക്കുന്നുണ്ടോ? ഏത് അനുഗ്രഹം ഈ നന്മ നമ്മൾ അനുഭവിച്ചതായിട്ട് പറയാൻ കഴിയുന്നുണ്ടോ? ഏത് അനുഗ്രഹം പ്രാർത്ഥിക്കുക രാവിലെ കർത്താവിന്റെ ശ്രേഷ്ഠനാഥ് പറഞ്ഞു ഇത് അനുഭവിക്കാൻ കഴിയും. പലരും പലർക്കും ഇത് അനുഭവിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവരുണ്ടാവാം. അനുഭവ പലപ്പോഴും ഈ അനുഭവം എന്തെങ്കിലും മനസ്സിലാകാത്തവരുണ്ടാവാം. അതിനുവേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ആലോചിക്കുന്നത് അപ്പൊ ഈ നന്മ ഒരു പക്ഷേ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതവര് മറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെ നന്മ അനുഗ്രഹ हमको प्राप्त करके हम ये हमारा जीवन में अनुभव नहीं कर सकते हैं तो इसमें कहीं पर ये रेखा है आराधना इसलिए हमारे सामने से हटा के गई चुपा कर रखी है. ऐसे हमारे कुछ नाटक इसलिए मदद कर रही हूँ മറ്റൊരുത്തരുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ 45-15 നീ പറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. 16 അവരെല്ലാവരിലേക്കും അമ്പരത്ത് പോകും, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരത്തിലാകും. ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ദൈവം രക്ഷാവുമാകുമ്പോൾ നീ മറഞ്ഞിരിക്കുന്ന ദൈവമാകുന്നു സത്യം. ദൈവത്തോട് സ്തോത്രം. ഈ യെശയ്യാവ് അല്ലെങ്കിൽ തന്റെ ജനത്തെ നോക്കിയപ്പോൾ പലപ്പോഴും കർത്തവ്യയിൽ പ്രയാസമില്ല. कभी कभी वो कोई कष्ट में और दुख में था എങ്കിലോ വിഗ്രഹങ്ങളെ മറ്റു ആരാധിക്കുന്നവരും സന്തോഷത്തോടും സമാധാനത്തോടും നടക്കുന്നത് കണ്ടു. जो दुष्ट जो खुदा को आराधना नहीं करता है और इन्हें एक अच्छा अनुग्रह के साथ करने करते हुए देखा है. ദൈവജനത്തിനുണ്ടാവുന്ന ഈ ഭാരം എന്തുകൊണ്ട് പറഞ്ഞു വന്നതിലേക്ക് നന്മ അനുസരിക്കുവാൻ കഴിയുന്നില്ല. യെശയ്യാവിന് ഒരു കാര്യം മനസ്സിലായി. അവരുടെ ദൈവം എവിടെയും മറന്നിരിക്കുക. കടന്നുകൊണ്ടിരിക്കുന്ന ദൈവജനമേ അവരെ ദൈവം മറഞ്ഞിരിക്കും. അവരോട് ദൈവമില്ലായിട്ടല്ല, അതുകൊണ്ട് അവർ തക്ക സമയത്ത് ആ സമയത്തോട് തരുന്നതിന് വേണ്ടി മറഞ്ഞിരിക്കുകയാണ്. हमको देने के लिए ठीक करके बैठा है. ആ സമയത്ത് എന്ത് സംഭവിക്കും? 16ാമത്തെ വാക്യം വായിക്കുന്നു. वो समय क्या होगा? എല്ലാവരും ശേഷിച്ച് അമ്പരത്ത് പോകും, വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരത്തിലാകും. ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയായി രക്ഷിക്കപ്പെടും. നിങ്ങൾ ഒരു കാലം രക്ഷിക്കലില്ല, അമ്പരന്ന് പോവുകയുമില്ല. ഇസ്രായേലിന്റെ ജനം ഒരിക്കലും അത് ലഭിക്കുവാൻ അവർ സമ്മതിക്കുകയില്ല. जानने वाला सबके सब लेकिन और शागिर होंगे, वे सबके सब व्याकुल होंगे. ഹല്ലേലൂയ. വിളിക്കപ്പെട്ട ദൈവജനമേ, പലപ്പോഴും നമ്മൾ നന്മ പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. हमको अनुग्रह नहीं मिलने का अनुभव हमारे जीवन में आ सके. എങ്കിലും തക്ക സമയമാകുമ്പോൾ लेकिन जो खुदा का समय जब आएगा तो ആ സമയത്ത് അവൻ നമ്മുടെ നന്മ നൽകണം. उसी समय में पूरा हस्ताक्षर करेंगे. നമ്മുടെ ശത്രു ലഭിക്കുന്നത് കാണുവാൻ നമ്മൾ हमारे शत्रु लेखित होकर हमको जाने का देखना मिलेगा. ഒരു കാര്യമുണ്ട്, അവന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം.
खुदा का पते के लिए हम इंतजार करना है। ദൈവം നടത്തിയിരിക്കുന്ന നന്മ പ്രാപിച്ചാൽ അവരുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. खुदा को जो हमारा अनुग्रह लेकर रखा है उसके लिए खुदा का समय के लिए हम इंतजार करना है। അത് എന്ത് ചെയ്യണം? इसके लिए क्या करना है? ദൈവത്തിനെ പോലെ നഷ്ടപ്പെട്ടത് പ്രാപിക്കാൻ കാത്തിരിക്കണം. जो उसके जैसे जो भी उसके जीवन में नुकसान हो गया उसके लिए हम इंतजार करके बैठना चाहिए। എന്ത് നഷ്ടപ്പെട്ടാലും जो भी हमारे जीवन से ദൈവം हो गया, ദൈവനാമത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും खुदा का नाम पर कुछ भी हो गया 10 मടങ്ങ് നമ്മൾ പുതിയതിലേക്ക് 100 മടങ്ങ് മടങ്ങി തരുന്നവൻ. जो नया कलाम में लिखा है 100 गुना हमको वापस। ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നാമതായി ദൈവത്താൽ നടക്കപ്പെട്ടിരിക്കുന്നവരാണ്. पहले खुदा से जो कृपा करके रखा है। രണ്ടാമതായി सेकंडली സാത്താനാൽ മറക്കപ്പെടുന്ന നന്മ. शैतान से हमारा जो अनुग्रह कृपा करके रखेंगे। നമ്മൾ ചിന്തിക്കും സാത്താനാൽ ദൈവം തന്നിരിക്കുന്ന നന്മ മറക്കപ്പെടുന്നു. कभी कभी हम सोचेंगे हमारा अनुग्रह शैतान ने कृपा करके रख सकते हैं क्या? മനുഷ്യമായിട്ടും പറയും. തീർച്ചയായും श्योरली शैतान हमारा अनुग्रह को कृपा करके रख सकते हैं। ദൈവം തന്നെ അയച്ചെങ്കിൽ പോലും നമ്മളെ പ്രാർത്ഥന പലപ്പോഴും സാത്താൻ മറയ്ക്കാറുണ്ട്. खुदावंद अनुग्रह भेजेगा तब भी हमारा प्रार्थना का सुधर शैतान काम करके रखेगी। ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പോൾ दानियल का किताब 10वां अध्याय हम पढ़ेगा तो 12-ാമത്തെ വാക്യം तो 12 वजह में लिखा है। അവൻ എന്നോട് പറഞ്ഞത്, ദാനിയേലേ ഭയപ്പെടേണ്ട, നീ തിരിച്ചറിയേണ്ടതിന് നിന്റെ ദൈവത്തിന്റെ മുൻപാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിന് മനസ്സുവെച്ച് ആദ്യ ദിവസം മുതൽ നിന്റെ വാർത്ത കേട്ടിരിക്കുന്നു. നിന്റെ വാർത്ത ഏതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാഴ്സി രാജാവായിരുന്ന കോരസിന്റെ കാലത്ത് जो पांचवे राजा कोरस का समय ദാനിയേൽ വലിയൊരു ദർശനം കണ്ടു. और दानियल ने एक दर्शन देखा। ആ ദർശനം വളരെ ഭയാനകമായിരുന്നു. भयानक था। ആ ദർശനത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നതിന് വേണ്ടി അവർ ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ओ दर्शन का जो अर्थ समझने के लिए खुदा का सामने वो प्रार्थना करके बैठा। അതുപോലെ ദൈവജനങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രയാസങ്ങളുടെ ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് എന്തുകൊണ്ട് ഇത് സംഭവിച്ചുവെന്ന് അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിരിക്കും. जो खुदा के भजन हो ऐसा हमारा जीवन में भी खुदा के सामने बैठ के प्रार्थना करके योजना करके रखा है। क्या दर्शन है ये समझने के लिए खुदा के सामने बैठना चाहिए। ദാനിയേൽ ഒന്നാമത്തെ ദിവസമായിരുന്നു ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി. जो दानियल पहले खुदा के सामने बैठ गया ഇതിന് മറുപടി ലഭിച്ചില്ല. उसका जो जवाब नहीं मिला। അങ്ങനെ 21 ദിവസക്കാലം ഇരുന്നു. जो 21 दिन खुदा के सामने बैठा। ഒന്നാമത്തെ ദിവസം ഇരുന്നു, 2 ദിവസം ഇരുന്നു, 3 ദിവസം ഇരുന്നു, 20 ദിവസങ്ങൾ ഇരുന്നിട്ടും ഇവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. एक दिन नहीं, 2 दिन नहीं, 3 दिन नहीं, ऐसे 21 या 20 दिन खुदा का सामने बैठा लेकिन जवाब नहीं मिला। ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 24 ദിവസം 21 दिन ഞാൻ അവന് ലഭിച്ചതായ അരുളപ്പാട് അല്ലെങ്കിൽ അവരുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൈവദൂതൻ പറയുന്നതായ ഭാഗമാണ് ഞാൻ 12-ാമത്തെ വാക്യം വായിച്ചത്. जो 21 दिन में जो खुदा का दूत दानियल के सामने आके जो भी बात बताया वही हम पढ़ा है। ദൈവരാത്രിയായ ദാനിയേലേ, वो खुदा का दास दानियल നീ പ്രാർത്ഥിക്കുവാനുള്ള ഓരോരുത്തരും തന്നേക്കുറിച്ച് പ്രാർത്ഥന करने के लिए लोग करेगा भागने दिन നിങ്ങളുടെ പ്രാർത്ഥന ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടിയാണ് അന്ന് വരെ എനിക്ക് മറുപടിയില്ല. പക്ഷേ ഇവിടെ തീർത്ത് നമുക്ക് വായിക്കാൻ കഴിയും. 13-ാമത്തെ വാക്യം വായിക്കുന്നത് 17-ാമത്തെ ഞാൻ ചുരുക്കമായി പറയാം. കാര്യങ്ങൾ പറയാതെ പാർട്ടി രാജ്യത്തിന്റെ ശത്രുവായ ശത്രു ഞാൻ ഇങ്ങോട്ട് കടന്നു അതിനെ എനിക്കെതിരായി 1-2 ദിവസമല്ല
करना है प्रार्थനയോടെ ഉപവാസത്തോടും കൂടി प्रार्थना के साथ उपवास के साथ അതിനുവേണ്ടി കാത്തിരിക്കണം ഇത് കേൾക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു ദിവസം ഓർമ്മിച്ചു ഉപവാസ് ചെയ്യുക 2 ദിവസം ഓർമ്മിച്ചു ഓർമ്മിക്കുക 3 ദിവസം ഓർമ്മിച്ചു ഏകീകരിക്കുക മറുപടി കിട്ടിയില്ലെന്നിരിക്കാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെന്നിരിക്കാം അവന്റെ വാക്തത്വം മാറ്റമില്ലാത്തതാണ് അവന്റെ വാക്തത്വം തന്നെയാണ് അവന്റെ മക്കൾ ഉപവാസത്തോടുകൂടി ആളുകൾ കേൾക്കുവാനുള്ളത് അടിച്ചമായും മറുപടിയുമായ എന്ത് വിഷയത്തിലോ അവർക്ക് അതിന് മറുപടിയുമായി സാക്ഷ്യത്തിനല്ല സഭയ്ക്ക് മാത്രം സാക്ഷ്യത്തിനല്ല प्राप्त करेंगे मेरे तलवर अनुग्रह बाधिकते अब मैंने बोला है खुदा से हमारा अनुग्रह के पास दूसरे बात बोला है हमारा अनुग्रह നമ്മുടെ സമൂഹം കൊണ്ട് മറിക്കപ്പെടുന്നതായിരുന്നില്ല അതെയോ അതൊക്കെ हमारे जो सोसाइटी में हमारे जो अनुग्रह के पास अगर നമ്മുടെ സഹോദരന്മാരായില്ല कभी कभी हमारा भाइयों होगा माताപിതാക്കളായ हमारा पेरेंट्स होगा നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ചുറ്റുപാടുള്ള നമ്മുടെ കൂട്ടുകാരാവാം हमारे दोस्तों होगा हालेलुया അത് തിരിച്ചറിഞ്ഞുകൊണ്ട് इसको हम आइडेंटिफाई करना है परिशुद्धात्माവിനാൽ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ പ്രാപിക്കണം इसका जो जानने के लिए कोशिश करना है इधर आसानी आगे समझते हुई था इधर करके बेहतर को कोई दैवती कोई काम नहीं है दैवती कोई कार्य नहीं था उदाहरण कोई काम नहीं है इन प्रवृत्ति हालेलुया युवा गांव में മുന്നോട്ട് പോകുമ്പോൾ ആകെ കാലഘട്ടം നീ ഇങ്ങനെ പോയാൽ ഒന്നും പ്രാപിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറയുന്നവരാണ് ആ കാലഘട്ടം അവർക്ക് കുട്ടികളെ നീ ഇങ്ങനെ ഹല്ലേലൂയമായി കുറിച്ചോളം പറഞ്ഞുകൊണ്ട് അറിവിട്ട് ഇവരോട് നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നതാണ് लेकिन आपको कुछ भी नहीं मिलाना सामर्थ्य मिलने में रहीनाता घर में भी लोग ऐसे बोलने वाला हो हालेलुया हालेलुया विश्वास कोई आवेगा विश्वास का साथ जाएगा तो हालेलुया ഞാൻ സമയത്തിന് മതിയായോ കണ്ടാൽ അത് തെറ്റാണെന്ന് പറയുവാൻ അങ്ങനെ അല്ലെന്ന് പറയുവാൻ അങ്ങനെയായിരുന്നു പൗലോസ് പത്രോസിനോടല്ലേ നേരിട്ട് പത്രോസ്കോ സീതാ പോല നേരിട്ട് പറയുന്നത് നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് പത്രോസ്കോ സീത പൗലോസിനെ പോലെ അതിന് വായിക്കാൻ ഞാൻ അതിലേക്ക് ആഗ്രഹിക്കുന്ന സമയമില്ലാതെ हालेलुया ഞാൻ കേഫാവിനോട് നേരിട്ട് എതിർക്കുന്നതായിട്ട് പറയുന്നത് കാണാൻ കഴിയും പൗലോസിനെ കേഫാ को और पत्रोस कैसा का पहले पत्रोस को डायरेक्ट पौलोसिനെ പോലെ കാരണമുണ്ട് അവിടെ हालेलुया हालेलुया പത്രോസ് വിശ്വാസത്തിനു വേണ്ടി ഇറങ്ങി തിരിഞ്ഞിട്ട് ജാതികളുടെ ഇടയിൽ വിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസിന് जो जाने का बीच में खुदा का भजन बोलने के समय अरे देखेंगे विश्वास बीच में ही करी जो उनसे किया है ചില സഹോദരന്മാർ പറഞ്ഞു വന്നിട്ട് ആയ അവർ പറഞ്ഞു ഈ ജാതികളുടെ കൂടെ ഇങ്ങനെ തിരിഞ്ഞു പിടിച്ച് നടക്കുന്നത് എന്തുകൊണ്ടാണ്
राज्य का बीच में हम खाना पे बिना करके आपको देते हैं इधर परीक्षा नहीं परीक्षा नहीं किए അതുകൊണ്ട് ആഴ്ചകളാണ് അനുസരിക്കുന്നില്ല नहीं करते हैं അല്ലെങ്കിൽ പത്രോസിനോട് നേരിട്ട് പറഞ്ഞു പത്രോസ് ഹല്ലേലൂയ ന്യായപ്രമാണം മാത്രമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത് പുരാതന കലാം അതുകൊണ്ട് യഹൂദനെന്നോ യവനെന്നോ ഇല്ല എന്ന് പറയുന്നതിന്റെ കൂടെ ആവുന്നു നമുക്ക് ശുശ്രൂഷ ചെയ്യേണ്ടത് इसलिए यहूद नहीं है यवन नहीं है ऐसा लोग बीच में नहीं है उधर അവിടെ ആവുന്നു നമ്മുടെ ശുശ്രൂഷ उधर नहीं है हमारा ശുശ്രൂഷ ഞാൻ പറഞ്ഞ ഭാവങ്ങൾക്ക് മനസ്സിലായി കാണുന്നതായി ഈ ലോകത്തിൻ്റെതായ മനുഷ്യർ പക്ഷെങ്കിൽ നമ്മുടെ നന്മയെ തടയുന്നതായ വാക്കുകൾ കൊണ്ട് നമ്മളെ വേദനിപ്പിക്കുവാൻ ശ്രമിച്ചേക്കാം അതുകൊണ്ട് പൗലോസിനെ പോലെ ധൈര്യത്തോടെ അല്ലെങ്കിൽ നമ്മൾ നേരിടായ വിശ്വാസത്തെ ഏറ്റുവന്നുകൊണ്ട് മുന്നോട്ട് ജീവിക്കണം അവിശ്വാസം ആകെ അപ്പോൾ നമുക്ക് നന്മ പ്രാപിക്കുവാൻ കഴിയും അപ്പോൾ ഒന്ന് ദൈവത്തെ മറക്കപ്പെടുന്ന നന്മ അഭിനയിച്ച് രണ്ട് സാത്താനാൽ മറക്കപ്പെടുന്ന നന്മ നമ്മുടെ സഹോദരനാൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിനാൽ മറക്കപ്പെടുന്ന നന്മ ഇനി ഒരു നന്മയുണ്ട് നമ്മളാ തന്നെ മറക്കപ്പെടുന്ന നന്മ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ കടന്നു ദൈവജനമേ വിശ്വാസത്തോടുകൂടി കടന്നു വന്ന ദൈവജനമേ പലപ്പോഴും നമ്മുടെ നന്മ നമ്മളാ തന്നെ മറക്കപ്പെടുന്നുണ്ട് അവരുടെ അനുഗ്രഹം അവരുടെ അതെങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കും പലപ്പോഴും കർത്താവിന്റെ അഭിഷേകന്മാർ പലതീയ ദൂരം പറയും कभी कभार खुदा के जो अभिषेक खुदा के जो दूध बोलते हैं दूध आदियों के बड़ी बड़ी बात ये हम इसका एक्सेप्ट करते हैं പിന്നെ നമുക്ക് നമ്മളോ അല്ലായിരിക്കും പറഞ്ഞത് इसके बाद में हम खुदा का दूध को हम ये एक्सेप्ट नहीं करते हैं हालेलुया हालेलुया ഇത് സംഭവമാണോ ഇത് സത്യമാണോ എന്ന് നമുക്ക് നോക്കാം ऐसा होगा ये सत्य है ये हम देखेंगे हालेलुया हालेलुया अपोस्तल बोल के मतलब है अध्याय എന്റെ ഒന്നാമത്തെ വാക്യം അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനെ നീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടേ കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ആ കാലത്ത് ചിലരോട് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിനാൽ കൈനീട്ടി कलीसिया के कई व्यक्तियों को सताने के लिए उन पर हाथ डाला യഹൂദന്മാരായ സഹോദരരെ പീഡിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹെരോദാവ് ഇത് ചെയ്തത്. जो हेरोदाव किसलिए किया कि यहूदी लोगों को ये उनको पसंद था इसलिए हालेलुയ हालेलुയ ഇവിടെ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ പീഡിപ്പിച്ച വാളുകൊണ്ട് കൊന്നു. यूहन्ना के जो भाई याकूब थे उनको पकड़ करके उनको ये तलवार से मारा. യാക്കോബിനെ കുറിച്ച് അവർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. याकूब के बारे में हम जब पढ़ते हैं हमको समझ में आते हैं. കർത്താവിന്റെ പാനപാത്രം കുടിക്കാൻ അവനെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവരാ. खुदा को मानवों को पीने के लिए अपने आप खुदा को समझते भी वो देते हैं. ഇവർ രണ്ടുപേരും ഒരിക്കലും ഏൽപ്പിച്ചു ചോദിച്ചതാ, പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായ ഒരു കാര്യമുണ്ട്, അത് ഞങ്ങൾക്ക് സാധിച്ചു തരണം. खुदा को एक बार
ये आपको और यहूदा को बोला है, हम जो प्रार्थना करते हैं कि आग्रह हमारा एक पर आग्रह क्या है? നീ മഹത്വത്തിൽ ഇരിക്കുമ്പോൾ നിന്റെ വലത്തുഭാഗത്ത് ഒരുത്തരും ഇടത്തുഭാഗത്ത് ഒരുത്തരുമായിട്ട് ഞങ്ങളെ ഇരിക്കണമേ എന്ന് പറഞ്ഞു. आपको और यहूदा बोला तुम्हारा राइट हमारा बाया हाथ में और दाहिने हाथ में हम दोनों को बैठने के लिए एक और देना है ये बोला. യേശു പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന എന്താണെന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? क्या पूछते हो? न्याय लगा है. ഞാൻ വലിയൊരു പാനപാത്രം കുടിക്കുകയും വലിയൊരു സ്നാനം ഏൽക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമോ? जो मेरे को एक बहुत बड़ा एक पानपात्र और एक स्नान करना है, ये आप कर सकते हो? യാക്കോബ് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. याकूब ने बोला मेरे से भी ये कर सकते हैं. നിങ്ങളുടെ വിശ്വാസം തന്നെ തേച്ച് പറഞ്ഞു, നിങ്ങളത് ചെയ്യുക തന്നെ ചെയ്യും. आगे इसका विश्वास देख कर यीशु मसीह का बोला तुम ये कर सकता. പക്ഷേ വലച്ചു നിലത്തും ഇരുത്തുന്നതിൻ്റെതായ ഉത്തരവാദിത്വം പിതാവിനുള്ളതാണ്. लेकिन हमारा दाहिने हाथ बाया हाथ में बैठने का एक हाथ है हमारा पिता का है. ഇവിടെ അപ്പോസ്തലപ്രവൃത്തി വന്നപ്പോൾ ആ പാനപാത്രം യാക്കോബ് കുടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ग्रह में हम ये करते हैं, ये जो पानपात्र है याकूब जो पीते हैं हम इन्हें देख सकते हैं. അത് അപ്പോസ്തലർ 10:35 നിന്നാണ് ഞാനത് പറഞ്ഞത്. जो मरकज का गिराव 15 अध्याय 35 वाक्य मैंने उधर से ये बोला. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ യാക്കോബ് കൊല്ലപ്പെട്ട് പറഞ്ഞ് ജനങ്ങൾ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ आपको जो मर गया ये इसका वजह से लोग खुश हो गया ये देख के. പത്രോസ് പറഞ്ഞില്ല, पत्रोस को पढ़ेंगे, പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. पत्रोस को पढ़ के देखता है. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ഗുലാമത്തെ ദൈവമക്കളെ പീഡിപ്പിക്കുന്ന എപ്പോഴും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നില്ല. ദൈവത്തിന്റെ നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചതാണ് നമ്മളെ കൊണ്ട് താമസിക്കാതെ ദൈവം മാറുന്നവരല്ല. हमारे लिए जो भी है वो बिना करके अपना जाएगा नहीं. കുളിപ്പില്ലാത്ത ഒപ്പത്തിന്റെ പത്തന ആചരിക്കേണ്ട സമയമായതുകൊണ്ട് അന്ന് തന്നെ അവരെ ഹല്ലേലൂയ വിസ്തരിക്കുവാൻ ഏൽപ്പിക്കാതെ തടവിലാക്കി. जो खुदा के जो विश्राम का समय है ये बोल के हमारे यीशु मसीह को ये जेल में डाल दिया. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് സംഭവിച്ചത്? നമുക്ക് പിന്നെ വായിക്കുമ്പോൾ കാണാം, ഒരു കൂട്ടം ദൈവത്തിന് അവന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട്. संभव हो गया एक जुट हो गए एक प्रार्थना करने के लिए लोग बैठ गए. ഞങ്ങൾ യാക്കോബിനെ ഒന്ന് പറഞ്ഞു, याकूब को मरा गया. ഞങ്ങൾ പത്രോസിനെ പിടിച്ചിരിക്കുക, पत्रोस को बगल में देखने वाला കൂടി പ്രാർത്ഥിക്കുവാൻ प्रार्थना कर പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊണ്ട് കേട്ടോ, जो बंदा का प्रार्थना करने गया है വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാൻ മറുപടി കൊണ്ട് കേട്ടോ. प्रार्थना करने ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സംഭവിക്കുന്നു? രാത്രിയിൽ രണ്ട് കൈകാര്യം അവരെ അവരെ ദൈവം പുറത്തുകൊണ്ടുപോയി പുറത്തു കൊണ്ടുപോയി പത്രോസിന് മനസ്സിലായി, ഞാൻ എന്റെ മകനൊക്കെ വിട്ട് ഞാൻ പുറത്തു നിൽക്കുക. बाहर आया तो पत्रोस को समझ में आया ये दर्शन करिए ये तो ओरिजिनली से जेल का बाहर आ गया. വരുന്നുകൊണ്ടിരിക്കുക, दूसरे के बाद ये कर रहे ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. लोग प्रार्थना करके बैठा है. बाहर आके നേരെ മക്കളുടെ മുറിയിലേക്ക് തന്നെ പോയി. सीधा मर्कज का घर में चला गया. അവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക. वो प्रार्थना कर रहे ഈ പത്രോസ് അവിടെ ചെന്നിട്ട് और ये पत्रोस उधर जाके ശ്രദ്ധിക്കണമേ,
आप बोलता कि പത്രോസ് അവിടെ ചെന്ന് വിളിച്ചു. पत्रोस बोलता है खिड़खिड़ाया പത്രോസ് വിളിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് पत्रोस पुराना हुआ शब्द सुन करके പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ നിന്ന രോഗയെന്ന പെൺകുട്ടി ഓടിച്ചു. और ये प्रार्थना किए हुए जो लड़की रोजा आ गया അവളൊരു ബാല്യകാലത്തിൽ നിന്ന് തെറ്റിയിട്ടുണ്ട്. लड़के उनको काम करने वाले राष्ट्रीय लिखा ആരുമായിക്കോട്ടെ वो कोई भी है അവൾ ഓടിച്ചെന്നു. वो दौड़ करके आया ഓടിച്ചെന്നപ്പോൾ പത്രോസിന്റെ ശബ്ദം और दौड़ करके आया कि ये पत्रोस का ദൈവത്തിന്റെ പ്രാർത്ഥനയുടെ ശബ്ദം തുറന്ന് हमें हमारे जो खुदा का सत्य का जो प्रार्थना विनय में है ഹല്ലേലൂയ. ओडिशन दौड़ करके आया ഓടിച്ചെന്ന് തിരിച്ചുപോയി. दौड़ करके जहाँ से पता करके वापस चला गया രോഗയ്ക്ക് തുറന്ന് പ്രാപിക്കാനായിരുന്നു. हमें रोजा को ये प्राप्त कर सकता था എന്റെ പ്രാർത്ഥനയുടെ വന്ന പുറത്തു നിന്നുകൊണ്ട് കാണാമായിരുന്നു. हमारे जो प्रार्थना करे विषय का जो जगाओ बाहर कराओ देख सकता था ചിലർക്ക് സന്തോഷം വരുന്നത് ഇങ്ങനെ. बहुत लोगों को ऐसा है खुशी आने से സന്തോഷം വരുമ്പോൾ ചിലപ്പോൾ പ്രാപിക്കാൻ കഴിയാതെ വരും. जो खुशी होने से प्राप्त करने के लिए नहीं सकते സ്വന്തമായി പ്രാർത്ഥിച്ചാൽ ഇതിനോട് പറയാൻ പോകും കേട്ടോ. हमें अपना आप जो प्राप्त करने का बाद में ही वापस करना ആദ്യം അവനവന് പ്രാപിക്കാറുള്ളത് പ്രാപിക്കണം, എന്നിട്ട് വല്ലവരോട് പറയാമോ. अपना आप को प्राप्त करके ही वापस करना है रोज खुशी के साथ जो लोग प्रार्थना करते हैं उसका सीखने के लगे और बाहर खड़ा है നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം हमारे प्रार्थना के लिए जवाब बाहर है പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജന പറയുക और जो प्रार्थना के सब बोल रहे हैं വേണ്ട. उसको जो पागल है ഹല്ലേലൂയ. 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 പലപ്പോഴും ദൈവജനം ഇങ്ങനെയാണ് നമ്മള്. हम भी कभी कभार ऐसी है ഇതാണ് നമ്മുടെ നന്മ പുറത്തു വരുന്ന വിശ്വാസമുണ്ട് നമുക്ക്. ये देखो हमारा जो अंदर हमारा घर का बाहर है ദൈവം പറയാം തിരിച്ച് और खुदा बोल रहा है आप ले लो പിന്നെ എനിക്ക് ഇതിന് യോഗ്യതയില്ല. लेकिन हम कभी कभार ऐसे बोल रहे हैं इसका योग्य नहीं है പലപ്പോഴും ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. कभी कभार ऐसे हमारा जीवन में भी होते हैं നമ്മൾ കണ്ടതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. हम प्रार्थना करके बैठे പത്രോസ് പുറത്തു വന്നു. ദൈവത്തിന്റെ പ്രാർത്ഥനയെ മറുപടി പുറത്തു വന്നു. बाहर आ गया और खुदा का भजन में जो प्रार्थना विश्वासियों के प्रार्थना के जवाब बाहर खड़ा है ഒരാൾ സന്തോഷത്തോടുകൂടി പ്രാർത്ഥിക്കാൻ ഓടിച്ചു. जाती है इसका प्राप्त नहीं करते हुए तो काम करके गया അവന് ചെന്ന് സത്യം പറഞ്ഞിട്ട് വിശ്വസിക്കുവാൻ ജനത്തിന് കഴിയുന്നില്ല. सच बोले हैं तभी लोग को ये विश्वास नहीं कर पाया അത് പത്രോസിന്റെ ഭൂതമാണ് പറഞ്ഞത്. बोला पत्रोस का भूत आया പലപ്പോഴും ദൈവത്തിൽ നമുക്ക് ഇതേ അനുഭവം ഉണ്ടാവാറില്ലേ. कभी कभार विश्वासी लोग हमारे जीवन में भी ऐसी ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. चार बात मैंने बोला ഹല്ലേലൂയ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ട് ആരുടെ ഹൃദയത്തിൽ ഊന്നിട്ടുമില്ല. खुदा जिसको वो प्यार करते हैं और आंखों से नहीं देखा हृदय को सोचने किसी का मन में ये सोचने के लिए भी नहीं दिया ദൈവത്താൽ മറക്കപ്പെട്ടതായിരുന്നുവെങ്കിൽ അവൻ തക്ക സമയത്ത് നമുക്ക് നൽകി തരും. छिपा हुआ है तो हम वो जो सही समय में वो हमको देंगे കണിശമായിട്ട് നമ്മുടെ വാർത്തകളാണ് നാം സംഗീകരിക്കുന്നത്. वो हमारा अनुग्रह देंगे അല്ലെങ്കിൽ സാത്താനായി മറക്കപ്പെട്ടതാകുന്നുവെങ്കിൽ जो शैतान से अगर छिपा करके रखा है അത് മനസ്സിലാക്കി ഗ്രഹിച്ചുകൊണ്ട് ഉപവാസത്തോട് പ്രാർത്ഥനയോടുകൂടി താഴ്ന്നിരിക്കണം. जान करके उपवास के साथ खुदा के साथ നമ്മുടെ പ്രാർത്ഥനയെ തോൽപ്പിക്കുവാൻ സാത്താൻ കഴിയുന്നില്ല. प्रार्थना को हमें हारे दिया हमें फेल करने के लिए सेंटर से नहीं നമ്മുടെ ഉപവാസത്തെ തോൽപ്പിക്കുവാൻ സാത്താൻ കഴിയത്തില്ല. उपवास को पराजय करने के लिए सेंटर से नहीं അവൻ തക്ക സമയത്ത് അവൻ നമ്മുടെ കയ്യിൽ അവതരിപ്പിക്കണമെന്ന്. सही कहीं कर खुदा हमको ये दे देंगे മൂന്നാമത് സാത്താനോ ദൈവത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ചുറ്റുപാടുള്ളവരിൽ നിന്ന് നമ്മൾ തന്നെ അതിനെ പ്രാപിച്ചെടുക്കണം. वो जो नीचे जो छिपा करके रखा है हमारा जो दूसरों को भाई लोग का सामने से हमें ये पाना है അതെന്റെ സഹോദരൻ രാമനിലേ പ്രാപിക്കാതിരിക്കുന്നു. भाई वो पाए नहीं इसलिए मेरे को भी नहीं चाहिए സഹോദരൻ എങ്ങനെ അറിഞ്ഞെന്ന് പറഞ്ഞ് പ്രാപിക്കാതിരിക്കുന്നു. ऐसा बोला है बोलते नहीं करता എന്റെ ഭർത്താവോ അല്ലെങ്കിൽ എന്റെ മറ്റുള്ളവരോ
ये प्राप्त नहीं करना, അതിനെ നമ്മൾ തന്നെ പ്രാപിക്കണം. ये अपने आप प्राप्त करना है. നാലാമതായിട്ടുള്ളത് അവിശ്വാസ മുഖാന്തരം പ്രാപിക്കാവുന്നത്. अविश्वास के साथ ये प्राप्त नहीं करेगा. കയ്യിൽ കൂടെ തന്നിട്ടും अपने हाथों में लेते हुए എന്റെ രോഗം സൗഖ്യമായി നിന്റെ കടമാർ മാറി എന്ന് പറഞ്ഞ് വിശ്വസിക്കുവാൻ കഴിയാത്ത അവസ്ഥ. आपके कुछ भी फिनांस का हम ये प्रॉब्लम निकाल दिया कभी. അത് നമ്മൾ തന്നെ മനസ്സിലാക്കി മാറ്റേണ്ടിയിരിക്കും. हम अपने समझ करके हम आगे हमारे विश्वास को लाना है. അതിനാൽ തുടർന്ന് ദൈവജനമേ, जो പ്രാവശ്യമായി കടന്നുകൊണ്ട് ദൈവജനമേ, स्वामी के लिए जो आया है അവരുടെ വാക്കുകളുടെ ആകയാൽ उनके जो बात करते हैं आए हुए എന്ന് തന്നെ ആകയാൽ നമുക്ക് പ്രാപിച്ചു പറയാം. इसलिए बात करके हम बात करें. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവിൽ നമ്മൾ പ്രാപിക്കട്ടെ. സന്തോഷത്തോടെ നമ്മൾ മടങ്ങുമ്പോൾ വലിയ സാധ്യതയോടെ നമ്മുടെ മുഖത്ത് മാത്രമല്ല, സഭയ്ക്ക് മാത്രമല്ല, വലിയ സാധ്യതകളായിരിക്കും. നല്ല ഫലങ്ങളായിരിക്കും ഇങ്ങനത്തെ അവസരം എനിക്ക് ലഭിച്ചത് अवसर पर दिया इसके लिए ईश्वर को धन्यवाद करता हूँ. धन्यवाद करता हूँ. अनुकूलियाई കർത്താവിന്റെ അഭിഷേകത്തിനും खुदा का जो दर्शन था കടന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും जो आया हुआ हर पर विश्वास है. ഇതിലൂടെ നന്ദി അറിയിച്ചു. एक और बार मेरा जो तारीफ बोलते हैं എന്റെ വചനത്തിൽ സ്ഥാനിക്കും. मेरे वचन से कहते हैं നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. आप लोग सब मेरे लिए मेरा घर के लिए प्रार्थना. ആശീർവാദ ദേശത്ത് मेरे को जहाँ भी खुदा लेके करते हैं അധികമായി ദൈവത്തിന് വേണ്ടി ചോദിക്കാൻ जो आप रीति से खुदा के लिए देने के लिए നിങ്ങൾ എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കണമേ. आप लोग सब हमारे लिए प्रार्थना करें. आमीन. अभी आगे सब सुन जाइए.